മിക്കവാറും ഒരു പുണ്ണായിട്ടാണ് കാണുക. അത് ഡിപ്പെൻസ്. ഇപ്പൊ വായ്ക്കകത്താണെങ്കിൽ, ചുണ്ടിലൊക്കെ ആണെങ്കിൽ, ചുണ്ടിലാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കാണും. അതും ഒരു പുണ്ണായിട്ടാണ് സാധാരണ ഇതിൽ കാണുക. ചിലപ്പോൾ ചെറിയൊരു തടിപ്പായിട്ടായിരിക്കും. പിന്നെ വായ്ക്കകത്താണെങ്കിൽ ചെറിയ ഒരു ക്യാൻസർ എന്ന് പറയുന്ന സാധനം മിക്കവാറും ഒരു പുണ്ണാണ്, ഒരു അൾസറാണ്, മ്യൂക്കോസയിലുള്ള അൾസറാണ്. പക്ഷെ അതിന് വലിയ വേദന കാണില്ല പലപ്പോഴും. ചിലപ്പോൾ വേദന കാണാം, പക്ഷെ പലപ്പോഴും വേദന കാണില്ല. അപ്പൊ വേദന ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി വലിയ വിവരം ഇല്ലാത്ത ആൾക്കാർ അതിനെ പൂർണ്ണമായി അവഗണിക്കാനുള്ള സാധ്യതയുണ്ട്. വേദനയില്ല, പക്ഷെ വേദന പിന്നെ നന്നായിട്ട് വരാം. അതൊന്ന്. പിന്നെ എന്ന് പറയുന്ന പ്രീ ക്യാൻസറസ് ലീഷൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് സാധനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ല്യൂക്കോപ്ലാക്കിയ, എറിത്രോപ്ലാക്കിയ, സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഈ കൂടുതലും ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ ഈ ഇതുപോലെയുള്ള ടുബാക്കോ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവരിലും ഈ പാൻ മസാല ഉപയോഗിക്കുന്നവരിലും ഒക്കെ കാണാം. അല്ലാതെയും കാണാം. ചിലപ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, അതായത് ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ അതൊക്കെ ഒരു ചിലർ പറയുന്ന ഒരു സാധനമാണ്. ഓറൽ ക്യാൻസർ മേ കോൺട്രിബ്യൂട്ട് എന്നുള്ളത്. അങ്ങനെയുള്ളവരിൽ പ്രീ ക്യാൻസറസ് ലീഷൻസ് കാണാം. ഈ പ്രീ ക്യാൻസറസ് ലീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ല്യൂക്കോപ്ലാക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത പ്ലാക്കുകളായിട്ടാണ് കാണുന്നത്. വെളുത്ത പാടുകൾ ചെറുതായിട്ട് പൊങ്ങിയിരിക്കും. അത് വായയുടെ ഉള്ളില് വെളുത്ത പ്ലാക്കുകൾ. നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല, വായ നമ്മൾ എപ്പോഴും നോക്കുന്നില്ല. അപ്പൊ അതിന് കുറെ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. റെഗുലറായിട്ട് വായ നമ്മൾ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റുമോ എന്നുള്ളത്. അറിയാൻ പറ്റേണ്ടതാണ്, പക്ഷെ അതിന്റെ സ്റ്റഡീസ് അങ്ങനെ അത് എപ്പോഴും പ്രാക്ടിക്കൽ അല്ല. അതിന് ട്രെയിനിങ് വേണം, അല്ലേ? നമ്മുടെ സ്വന്തം വായിക്കകത്ത് നോക്കി കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ അങ്ങനെ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. പിന്നെ എറിത്രോപ്ലാക്കിയ, അതായത് ചുമന്ന പാടുകൾ വരാം. സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ പാനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരിലാണ് കാണുക. വായൊക്കെ ഒരുമാതിരി വെളുത്തു പോകും. വെളുത്ത് പറഞ്ഞാൽ ഫുൾ വെളുത്തല്ല, ഒരുമാതിരി ആ റെഡ് കളറൊക്കെ പോയിട്ട്, നമ്മുടെ കയ്യിൽ നല്ല റോസ് റെഡ് കളറല്ലേ, അതിന്റെ പ്ലയബിലിറ്റി ഒക്കെ പോയിട്ട് ടൈറ്റ് ആകും. വാ തുറക്കാൻ ബുദ്ധിമുട്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരാം. അതാണ് സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്. ഈ പ്രീ ക്യാൻസറസ് ലീഷൻസ് കണ്ടിട്ട് ആൾക്കാർ പോവാം. ഈ പ്രീ ക്യാൻസറസ് ലീഷൻസ് ക്യാൻസർ അല്ല, പക്ഷെ ഇത് ക്യാൻസറിലേക്ക് പോകാൻ നല്ല സാധ്യതയുള്ള ഒരു സാധനം. ഇൻ ടൈം അൾസേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ക്യാൻസർ തന്നെയാണ് വായ്ക്കകത്ത് കാണുന്നത്. ചിലപ്പം ഈ പല്ല് വരുന്ന സ്ഥലങ്ങളിൽ കാണാം, എവിടെ വേണമെങ്കിലും കാണാം. അതാണ് ഒരു ലക്ഷണം എന്ന് പറയുന്നത്. പക്ഷെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അൾസേഴ്സ് കാണാൻ പറ്റില്ല. ലാരിങ്സിലാണെങ്കിൽ ലാരിങ്സ് വോക്കൽ കോഡ് ഭാഗത്തൊക്കെ ആണെങ്കിൽ സ്വരത്തിന്റെ വ്യത്യാസത്തിലാണ് ഇത് വരുന്നത്. പെട്ടെന്ന് സ്വരം മാറി, സ്വരം ഇടറി. എന്നാൽ നമുക്ക് യാതൊരു വേറെ ഒരു വേദനയോ ഒന്നുമില്ല. വേദന വരാം, വേദന ഉണ്ടെങ്കിൽ പക്ഷെ ആൾക്കാരെ കാണാൻ പോകും. പക്ഷെ ഈ സൗണ്ട് മാത്രം മാറുമ്പോൾ ആൾക്കാർക്ക് അതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇറ്റ് ക്യാൻ ബി അത് സൗണ്ട് മാറാൻ കുറെ കാരണങ്ങളുണ്ട്. പക്ഷെ ഇറ്റ് ക്യാൻ ബി എ ക്യാൻസറസ് ലീഷൻ. വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, തൊണ്ടവേദന, വിഴുങ്ങുമ്പോൾ തൊണ്ടവേദന, ഇതൊക്കെ ഒരു ലക്ഷണമാണ്. പിന്നെ ഈ ക്യാൻസറുകൾ ആദ്യമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ലിംഫ് നോഡ്സിലേക്കാണ്, കഴുത്തിൽ. അപ്പൊ കഴുത്തിൽ മുഴ, മിക്കവാറും പെയിൻലെസ് ആയിരിക്കും. ചുരുക്കമായിട്ട് പെയിൻഫുൾ ആയിരിക്കാം, മിക്കവാറും പെയിൻലെസ് ആണ്. പക്ഷെ നമുക്ക് എപ്പോഴും കുട്ടികളിലും നമുക്കും തൊണ്ടവേദനയും ജലദോഷവും പനിയും വരുമ്പോൾ എപ്പോഴും ലിംഫ് നോഡ്സ് വരും. അത് യൂഷ്വലി വേദനയുള്ളതാണ്, അത് വളരെ സോഫ്റ്റ് ആണ്. അത് കുറച്ച് കഴിയുമ്പം 2-3 ആഴ്ചക്കുള്ളിൽ മാറുകയും. അത് ക്യാൻസർ ആവാൻ സാധ്യത വളരെ കുറവാണ്. ക്യാൻസറിന്റെ മുഴകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ മുഴയായിട്ട് വന്ന് കുറച്ച് കട്ടി ഉണ്ടാവും, അതിന് വേദനയൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ പതുക്കെ കുറേ നാള് ഇങ്ങനെ നിൽക്കും, മാസങ്ങൾ നിൽക്കും, അത് മാറില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മാസങ്ങളൊന്നും നിൽക്കാതെ തന്നെ നമ്മൾ കാണിക്കേണ്ടതാണ്. ഇതാണ് യൂഷ്വൽ ആൾക്കാർ പോകുന്നത്. പിന്നെ ഡെന്റിസ്റ്റുകളുടെ പോലെയുള്ള നമ്മൾ പതിവായിട്ട് ഡെന്റിസ്റ്റുകളുടെ അടുത്തൊക്കെ പോവുകയാണെങ്കിൽ അവർ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, യൂഷ്വലി അങ്ങനെ അവർ റെഫർ ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇനീഷ്യൽ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്.